അലോഷ്യസ് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ ഈ അക്രമത്തിന്? മാധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ മാധ്യമങ്ങളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചതാണ്. മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് SFIയുടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകരെ കേസുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് ഒറ്റ കാര്യം വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അവിടെ അങ്ങനെ പ്രചരിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന വിഷ്വലില് അത് ആക്രമിക്കുന്നത് KSUക്കാരാണോ, അടികൊള്ളുന്നത് SFIക്കാരനല്ലേ? അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? അതിലേക്കാണ് വരുന്നത്. അല്ല, അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? ഇതിൽ KSUക്കാർ ആക്രമിക്കുന്നു എന്ന് പറയപ്പെടുന്ന വിഷ്വലാണ് നിലവിൽ അതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിന്റെ സാഹചര്യം കൂടി കഴിഞ്ഞ 4 ദിവസമായി കാലിക്കറ്റ് ഡിസോൺ കലോത്സവം അവിടെ നടത്തുകയാണ്. ആക്രമണം ഒരു രീതിയിലും ഉണ്ടാകണം അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നത് KSU ആലോചിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതിൽ മൂന്നാമതുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഈ ഇൻസിഡന്റ്. ഇതിനു മുൻപ് വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ KSUവിന്റെ സഹപ്രവർത്തകരെ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സനെ, വനിതകൾ ഉൾപ്പെടെയുള്ള ഇതിന്റെ സ്റ്റേജ് വോളണ്ടിയേഴ്സിനെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ SFI ആക്രമിക്കുന്നുണ്ട്. അത് ആക്രമിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? കഴിഞ്ഞ 4 ദിവസമായി വിവിധ സ്റ്റേജുകളിൽ SFIയുടെ നേതൃത്വത്തിൽ പരിപാടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനെ നിരന്തരം ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ പോലീസിംഗ് സംവിധാനത്തിന്റെ അടുത്ത് SFI നിരന്തരമായി അവിടെ സ്റ്റേജിൽ കയറി വന്ന് പരിപാടികൾ തടസ്സപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള യൂണിറ്റ് സെക്രട്ടറി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചിട്ട് KSUക്കാരല്ലേ, നിങ്ങളുടെ ഈ പറയുന്ന ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അലോഷ്യസിന് അതിന് മറുപടിയില്ല. ഇനി അപ്പോൾ അതിന്റെ ഇൻസിഡന്റ് ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അക്രമ വസ്തുക്കൾ കിട്ടുമോ? ഈ പറയുന്ന ഏകപക്ഷീയമായ രീതിയിൽ ഈ വിഷയത്തെ SFI വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെട്ടു, KSUക്കാർ അതിന് നേതൃത്വം കൊടുത്തു എന്ന തലക്കെട്ടുമായി അത്തരത്തിലേക്ക് പോകുന്നതിൽ ശരിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പശ്ചാത്തലത്തെ പറ്റി ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി SFI എവിടെ അഴിഞ്ഞാടുകയാണ്. ആ കലോത്സവം യാതൊരു രീതിയിലും നടക്കരുത് എന്ന തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഞങ്ങൾ നിരവധി തവണ അവിടുത്തെ പോലീസ് അധികാരികളെ ബന്ധപ്പെട്ടതാണ്. പോലീസിന് നിഷ്ക്രിയരായിട്ട് അവിടെ നോക്കി നിൽക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കേണ്ടത്? അത് ഈ കലോത്സവം യാതൊരു രീതിയിൽ നല്ല രീതിയിൽ നടക്കരുത്. ഒരിക്കലുമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് മാധു ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്, SFI ആണ് അവിടെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. KSUവിന്റെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ്, നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി വ്യക്തി അതിക്രൂരമായിട്ട് അവിടെ ആക്രമിക്കുന്ന രംഗങ്ങളുണ്ട് അതിനു മുമ്പ്. അലോഷ്യസ് സേവ്യർ, ഇപ്പോ SFI അവിടെ സംഘടിതമായി ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് SFIയുടെ കേരളവർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി എന്ന ഒറ്റ വിദ്യാർത്ഥിയെ KSUക്കാർ വളഞ്ഞിട്ട് തല്ലുന്നതാണ്. അത് ഇരുമ്പ് വടി ഉപയോഗിച്ച് തല്ലുന്നു, കസേരയെടുത്ത് അടിക്കുന്നു, ഒറ്റ ഒരാളിനെ കൈകൊണ്ട് കറക്കിയെടുത്തെറിയുന്ന ദൃശ്യം അടക്കമുണ്ട്. അങ്ങനെ SFIക്കാർ സംഘടിതരായി ഈ ഇത്രയും ദിവസമായി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരാളിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളിനെ മാത്രം തെരഞ്ഞു പിടിച്ചത് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ്? ഒന്ന്. രണ്ട്, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അപ്പുറത്ത് നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന SFIക്കാരുടെ ഭാഗത്ത് വലിയ ആയുധങ്ങളൊന്നുമില്ല. അവർ കസേര എടുത്ത് തിരിച്ചറിയുക മാത്രമാണ്. അതായത് അതിനിടയിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ ഇരുമ്പ് വടി കൊണ്ട് അടി കിട്ടും. ഒരു വിഷ്വലിന്റെ പശ്ചാത്തലത്തിൽ അവിടെ SFI വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെടുന്നു. എന്തേ തൃശ്ശൂർ ജില്ലയിൽ എന്തേ SFIക്ക് സംവിധാനമില്ലാത്ത ഒരു ജില്ലയാണോ? അങ്ങനെ ആ രീതിയിലേക്ക് ഇല്ല ശ്രീ മാധു, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു വിഷ്വലിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മാത്രം ക്രോപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഏകപക്ഷീയമായ നിലപാടൊന്നുമില്ല. അതിലേക്കാണ്